ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ തമിഴ്നാട് MRC നഗറിലുള്ള ഒരു അയ്യപ്പൻ കോവിലിലാണുള്ളത്. ഇത്തവണ വിഷുവിന് ചെന്നൈയിൽ പോകേണ്ടി വന്നു. അപ്പം ചെന്നൈ മൈലാപ്പൂർ റൂട്ടിലാണ് ഈ അയ്യപ്പൻ ടെമ്പിൾ. അതായത് MRC നഗർ എന്ന് പറഞ്ഞാൽ മേയർ രാമനാഥ് ചെട്ടിയാർ, അതായത് നമ്മുടെ ചെട്ടിനാട് സിമെൻറ്റിൻ്റെ ഓണറാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ഷേത്രമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ ദർശനത്തിന് എത്തിയത്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ അതിശയം തോന്നി. മറ്റൊന്നുമല്ല, ശബരിമല പോലെ തന്നെ 18 പടിയോട് കൂടിയുള്ള ക്ഷേത്രമാണ്. ഭക്തർ അതേപോലെ തന്നെ മാലയിട്ട് വ്രതമെടുത്ത് 18 പടി കയറി ഭഗവാനെ ദർശിക്കുന്നതിനെത്തുന്നു. പക്ഷേ ഞാൻ എത്തിയത് വിഷുവിൻ്റെ അന്നായിരുന്നു. അന്ന് അവിടെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ ഭക്തർ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന കണി, അതാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത്. പുഷ്പാലങ്കാരങ്ങൾ കൊണ്ട് വളരെ മനോഹരമാണ് ക്ഷേത്രം. അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കൂടാതെ ഉപദേവന്മാർ ധാരാളമുണ്ട്. എല്ലാവർക്കും നല്ല അലങ്കാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കണിയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ വീട്ടിലുള്ള പുഷ്പങ്ങൾ, ഫലങ്ങൾ, പച്ചക്കറികൾ എന്ന് വേണ്ട എന്തൊക്കെ നമുക്ക് ഭഗവാന് കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ക്ഷേത്രത്തിലേക്ക് എന്തൊക്കെ നൽകാൻ സാധിക്കും അങ്ങനെയുള്ള എല്ലാ ദ്രവ്യങ്ങളും നിറയെ എത്രമാത്രമാണ് ക്ഷേത്രത്തിന് ചുറ്റും വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി. പൂക്കൾ, പച്ചക്കറികൾ, ഫലമൂലാദികളെല്ലാം അമ്പരപ്പിച്ച് കളഞ്ഞു. ഭക്തർ 18 പടി കയറി വരുന്ന സമയത്ത് മാത്രമാണ് ആ നട തുറന്ന് കണ്ടത്. ഭക്തർ കയറുന്നുണ്ട്, അത് കഴിയുമ്പോൾ അത് അടയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരണ മാതിരിയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ ദർശനത്തിന് നട കയറി വേണം പോയിട്ട് തൊഴാനായിട്ട് ഭഗവാനെ, താഴെയല്ല. അപ്പോൾ അങ്ങനെയാണ് ആ 18 പടിയും ആ പ്ലാനിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ 18 പടി മാത്രമേ അടയ്ക്കണുള്ളൂ കേട്ടോ, ക്ഷേത്രം അടയ്ക്കുന്നില്ല. ആ പടി വഴി നമുക്ക് കയറാൻ പറ്റില്ല, വ്രതമുള്ളവർ മാത്രമാണ് കയറിപ്പോകുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാം കൊണ്ടും വളരെ സന്തോഷമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ വിഷു തമിഴ്നാട് അയ്യപ്പൻ കോവിലിൽ കൂടാൻ സാധിച്ചതിലേറെ സന്തോഷം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.